ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ഏകദൈവ വിശ്വാസിയായിരുന്ന മോശയെക്കുറിച്ചാണല്ലോ. മോശയുടെ ദൈവം ഏകനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. യഹോവ സാക്ഷികളും അതുപോലെ തന്നെ തൃത്വക്കാരും ഒന്ന് താഴെ വന്ന് എൻ്റെ പ്രസംഗത്തിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇടുന്ന കാഴ്ച ഞാൻ കണ്ടു. അവർ ബൈബിൾ വായിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ദൈവവചനത്തിൽ നിന്നും ഉള്ള കാര്യങ്ങളാണ് നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. അല്ലാതെ ഞാൻ സ്വയമായി എഴുതിയതോ അല്ലെങ്കിൽ സ്വയമായി രേഖപ്പെടുത്തിയ വചനങ്ങളല്ല. ഇത് ഒക്കെയും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ ദൈവവചനത്തിൽ നിന്നും നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യം അല്ലെ, യഹോവ സാക്ഷികളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു വെറും ദാസനാണ്, വെറും ഒരു പുത്രനാണ്. തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം 3 വ്യക്തികൾ ചേർന്ന ദൈവമാണ്, ത്രിയേക ദൈവമാണ്, തൃത്വമാണ്. ഇങ്ങനെയെല്ലാം അവർ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. നിക്യ പോലെയുള്ള വിശ്വാസങ്ങൾ എടുത്തിട്ട് അവർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: 3 പേരുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്, നിക്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. നിക്യയെ സംബന്ധിച്ചിടത്തോളം നിക്യ 3 ദൈവങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ 3 ദൈവങ്ങൾ 3 വ്യക്തിത്വങ്ങളാണെന്ന് പറഞ്ഞ് അവരതിനെ ഒഴിവാക്കുകയാണ് നിക്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിക്യ വിശ്വാസം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അല്ലെ, 3 വ്യക്തികൾ ഉണ്ടെങ്കിലും സമതുല്യരായ 3 വ്യക്തികൾ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു ദൈവമാണ്, അല്ലെങ്കിൽ 3 പേർ ചേർന്നതാണ് അല്ലെ. നമ്മുടെ ജോബി ആൽവിൻ ബ്രദറിന്റെ ഒക്കെ കാര്യം പറയുന്നവർ 3 തീയുള്ള മനുഷ്യർ ചേർന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ പല ടൈപ്പ് ആൾക്കാരെ നമുക്ക് ഇന്ന് കണ്ടുവരുന്നുണ്ട്. കാരണം യേശുക്രിസ്തു ഒരു ദാസൻ മാത്രമാണ്, കാരണം ഏകദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ദാസനാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വെറും പുത്രനാണ്, അവനെ അയച്ചതാണ്, അവൻ അയക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇവർ ഈ അയക്കപ്പെട്ടു അല്ലെങ്കിൽ അയച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തു മറിയയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പില്ല എന്നുള്ള വാദങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹോവ പറയുന്നതിൽ മറ്റൊരുത്തനില്ല. അപ്പൊ അങ്ങനെ പുതിയ നിയമത്തിൽ വന്ന 2ാമത്തെ വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ പുതിയ നിയമത്തിൽ വന്നതല്ല, അവൻ സർവ്വകാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെന്ന് പറയും. അതായത് ലോകസ്ഥാപനങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് എന്ന് പറയും. അപ്പൊ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല. കാരണം എത്ര പേര് എന്ന് അവിടെ എഴുതിയിരിക്കുന്നതിന്റെ പ്രധാനമായ കാര്യം, അവിടെ 2ഉം 3ഉം വ്യക്തികൾ ഉള്ളതായിട്ട് ദൈവവചനം പറയുന്നില്ല. അപ്പോ പലരും യേശുക്രിസ്തു എന്നൊരിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, പിതാവെന്ന് വേറൊരുത്തരടുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് എന്താണ്, 1ഉം 2ഉം ആൾക്കാര് അവിടെ ഉണ്ട്, 2ഉം 3ഉം ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്, ദൈവത്തിൽ 3 പേരുണ്ടെന്നൊക്കെ അവരങ്ങ് വിശ്വസിക്കുകയാണ്. മറ്റൊരു കൂട്ടർ പറയുന്നു വെറും പുത്രൻ മാത്രമാണ്, ജനിച്ചതാണ്. പിന്നെന്തുകൊണ്ടാണ് യഹൂദ ജനത്തോട് പറഞ്ഞു ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറയുന്നു? അബ്രഹാമിന് മുമ്പേ ഉണ്ടാകണമെങ്കിൽ അവൻ സാക്ഷാൽ ദൈവമായിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരാളായിരിക്കണം. പക്ഷെ മറ്റൊരാളെ കുറിച്ച് യഹോവയായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നില്ല. മറ്റൊരാൾ തന്നിലില്ല എന്നാണ് യഹോവയായ ദൈവം പറയുന്നത്. അല്ലെങ്കിൽ അവൻ മറിയയുടെ ഉദരത്തിൽ ജനിച്ചവനായിരിക്കണം. പക്ഷെ മറിയയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ട് അല്ലേ. മറിയയുടെ ഉദരത്തിൽ അവൻ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ് ജനിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടെന്ന് പറയുവാൻ കഴിയും? 2 പേര്
ഇല്ല, 3 പേരുണ്ട് എന്ന് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് ദൈവം പറയണമായിരുന്നു. ദൈവം പറയുന്നു, എന്നിൽ മറ്റൊരുത്തനില്ല. യഹോവയായ ദൈവം വളരെ വ്യക്തമായിട്ട് ആ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ എഫീസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം അല്ലേ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ അല്ലെ, ന്യായപ്രമാണം ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ് പൗലോസ് അപ്പോസ്തലൻ. ആ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ന്യായപ്രമാണം മാറ്റി എഴുതി പുതിയ നിയമത്തിൽ വേറൊരു പുസ്തകം രേഖപ്പെടുത്തിയോ, 3 പേർ കൂടിയ ദൈവം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എഫേസ്യർ 4:4 വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന് ആത്മാവൊന്ന് കർത്താവ് ഒരുവൻ വിശ്വാസം ഒന്ന് സ്നാനം ഒന്ന് എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ മൂവർ എന്നാണ് പറഞ്ഞത്. ഒരുവൻ, മൂവരെന്ന് എഴുതേണ്ടതായിരുന്നു അല്ലെ. പൗലോസ് അപ്പോസ്തലൻ വേറൊരു സ്ഥലത്ത് എഴുതിയപ്പം പല ആളുകളും ചിന്തിച്ചു അവിടെ 3 പേരുണ്ട്. ഒരിക്കലും അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, മീതെ ഉള്ളവനും എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും ഈ എല്ലാവരിലും ഇരിക്കുന്നവനും. ഇപ്പം തൃത്വത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ എല്ലാവരിലും ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് 3-ാമനാണ്. വ്യാപരിക്കുന്നത് യേശു ക്രിസ്തു ആണെങ്കിൽ അത് 2-ാമനാണ് അല്ലെ. എല്ലാവരിലും കൂടി മീതെ ഇരിക്കുന്നവനാണെങ്കിൽ അത് 1-ാമനാണ്. ഇങ്ങനെയാണ് തൃത്വക്കാർ വിശ്വസിക്കുന്നത്. അപ്പം 3 പേര് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് 3 പേരുണ്ടെന്ന് അവർ പറയും. അപ്പൊ 3 പേർ പറയുന്നു, 3 പേരുണ്ടെന്നാണോ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിച്ചത്? പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും 3 പേരുണ്ട് എന്ന് പഠിപ്പിച്ചില്ല. ഏകൻ ഒരുവൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. പഴയ നിയമത്തില് ദാവീദ് പറയുന്നത് പോലെ ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവം എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവം ഏകൻ തന്നെയാണ് എന്ന് മോശ പറഞ്ഞത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാട് ഇല്ലേ, ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കണം. 1 തിമോത്തിയോസിന്റെ പുസ്തകം 3:16 എഴുതിയിരിക്കുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതിയാവണ്ണം വലുതാകുന്നു. അപ്പൊ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. അപ്പൊ ദൈവം ജഡത്തിൽ വെളിപ്പെടുന്നതിനെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടും പിന്നെയും പറയും 3 പേരുണ്ട്, പൗലോസ് അപ്പോസ്തലൻ 3 പേരുണ്ട് എന്ന് ഒരിക്കലും പറഞ്ഞതായിട്ട് ദൈവവചനത്തില് രേഖപ്പെടുത്തിയിട്ടില്ല. കൊലോസ്യരുടെ ലേഖനം 2:9 വായിക്കുന്ന ഇങ്ങനെയാണ്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന. അപ്പൊ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് തൃത്വക്കാർ പറയുമ്പോൾ 2-ാമത്തെ വ്യക്തി അല്ലെ. യഹോവസാക്ഷികളും ദാസനാണെന്ന് വിശ്വസിക്കുന്നവർക്കും എന്താണ് ഇതങ്ങോട്ട് എന്താ പറ്റത്തില്ല, അങ്ങോട്ട് രസിക്കത്തില്ല. എന്താണ് രസിക്കാത്തത്? അവനിലല്ലോ ദൈവത്തിന്റെ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ജഡരൂപം അല്ലെങ്കിൽ ദേഹരൂപം എവിടെയാണ്? യേശുക്രിസ്തുവിലാണ് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായിരുന്നു യേശുക്രിസ്തു അല്ലെ. മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ ന്യായപ്രമാണം അലക്കി കുടിച്ച് പഠിച്ചവനായ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല?
3 ദൈവമാണെന്നും 3 വ്യക്തികൾ കൂടിയ ദൈവമാണെന്നും ആരെയും പഠിപ്പിച്ചതായിട്ട് ദൈവവചനത്തിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ വീണ്ടും കുറിവാക്യത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ആ ഭാഗത്തേക്ക്, അതായത് 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ അന്ന് ഫറവോൻ ജനത്തിന്റെ ഒഴിയ വിചാരകന്മാരെയും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്, അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ. എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തണം, ഒട്ടും കുറയ്ക്കരുത്, അവർ മടിയന്മാർ. അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നു. അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ, അവർ അതിൽ കഷ്ടപ്പെടട്ടെ, അവർ വ്യാജവാക്കുകൾ കേൾക്കരുത്. അങ്ങനെ ജനത്തിന്റെ ഒഴി വിചാരകന്മാരുടെയും പ്രമാണികളും ചെന്ന് ജനത്തോട് നിങ്ങൾക്ക് വൈക്കോൽ തരികയില്ല, നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്ത് നിന്ന് വൈക്കോൽ ശേഖരിപ്പീൻ, എങ്കിലും നിങ്ങളുടെ ഇടയിൽ വേലയിൽ ഒട്ടും കുറയ്ക്കുകയില്ല എന്ന് ഫറവോൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ജനം വൈക്കോലിന് പകരം താളടി ശേഖരിക്കുവാൻ മിസ്രയീം ദേശത്ത് എല്ലായിടവും എല്ലായിടവും ചിതറി നടന്നു. ഒരു വിചാരകന്മാർ അവരെ ഹേമിച്ചു. വൈക്കോൽ കിട്ടി വന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കണമെന്ന് പറഞ്ഞു. ഫറവോന്റെ ഒഴി വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേൽ ആക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു, നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടിക തികച്ചാഞ്ഞതെന്താ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു, അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നതെന്ത്? അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുവീനെന്ന് അവർ പറയുന്നു. അടിയങ്ങളെ തല്ലുന്നു, അത് നിന്റെ ജനത്തിന്റെ പാപമാകുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, മടിയന്മാരാകുന്നു നിങ്ങൾ, മടിയന്മാർ. അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. പോയി വേല ചെയ്യുവിൻ, വൈക്കോൽ തരികയില്ല, ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനും എന്ന് കൽപ്പിച്ചു. ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുതെന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ട് അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശെയും അഹരോനും വഴി നിൽക്കുന്നത് കണ്ടു. അവരോട്, നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ജനത്തിന് ദോഷം വരുത്തിയതെന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോന്റെ അടുക്കൽ ചെന്നത് മുതൽ എന്താണ് തോറുമുള്ള ഇഷ്ടിക കണക്കിലൊന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ട് അവർ ഫറവോനെ വിട്ട് പുറപ്പെടും മോശെയും അഹരോനും വഴി നിൽക്കുന്നത് കണ്ടു. അവരെ, നിങ്ങൾ ഫറവോന്റെയും അവരുടെ ഭൃത്യന്മാരുടെ മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് എന്തുകൊണ്ട്? യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മോശെ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ ജനത്തിന് ദോഷം വരുത്തിയതെന്ത്? നീ എന്നെ അയച്ചത് എന്തിന്? ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോന്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു, നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജനത്തിന് കഷ്ടം കൂടി, പ്രയാസം കൂടി, ഫറവോ അതുപോലെ അവരെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി, അല്ലെ? അവരുടെ ക്ഷമ നശിച്ചു. അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ള കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, മോശയെ ദൈവം എന്തിനു വേണ്ടിയാണ്? ഈ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടിയാണ് മോശയെ ദൈവം അയച്ചത്. അപ്പോ അവര് തന്നെ പറയുകയാണ്, അഹരോനെയും അതുപോലെ തന്നെ മോശയും കണ്ടപ്പോൾ ജനത്തിന് എന്താണ്? നിരാശയുണ്ടായി. അവർ പറയുകയാണ്, അവർ ഭൃത്യന്മാരുമാണ് ഞങ്ങൾ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാള്
കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനായി ദൈവം കൊടുത്തിരിക്കുന്ന പദ്ധതിയുമായി വന്നവരാണ്. അപ്പൊ ഇവര് യഹോവ കൊല്ലും. കാരണം എന്ന് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അവരെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദനയിൽ മോശയോടും അഹരോനോടും അവർ പറയുകയാണ്. അപ്പൊ മോശയ്ക്ക് ഒരിടത്തും പോയി ഇനി പറയുവാനില്ല. മോശയ്ക്ക് ഇനി പറയുവാൻ, അല്ലെങ്കിൽ മോശയ്ക്ക് ഇനി ചെന്ന് പറയുവാൻ ഒരൊറ്റ വഴിയുള്ളൂ, യഹോവയായ ദൈവത്തിന്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ. അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മോശ ഒരിക്കലും യഹോവയെ മറന്നുകൊണ്ട് പലൊരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യും, ദൈവത്തെ മറന്ന് പല കാര്യങ്ങളും ചെയ്യും. കാരണം ഈ ജനം വന്ന് പരാതി പറഞ്ഞപ്പോൾ മോശ തകർന്നില്ല. മോശ അടുത്ത് പോയത് എങ്ങോട്ടാണ് എന്ന് നമ്മൾ 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്, യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവരെ തന്റെ ദേശത്ത് നിന്ന് ഓടിച്ചു കളയുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ യഹോവയായ ദൈവം അവന് പ്രത്യാശ നൽകുകയാണ്. അങ്ങനെ കേൾക്കുന്ന പ്രിയ ജനമേ, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വലിയൊരു പ്രത്യാശ നൽകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വചനം നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം, ഇസ്രായേൽ ജനത്തെ ബലപ്പെടുത്തിയതുപോലെ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മോശയും ബലപ്പെടുത്തി ആ ജനത്തെ ബലപ്പെടുത്തുവാനുള്ള വഴികൾ താൻ പറഞ്ഞു കൊടുക്കുന്നു. അതായത് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വന്നപ്പോൾ, അബ്രഹാമിന് ഒരിക്കലും ദൈവം നിരാശപ്പെടുത്തുകയല്ല. ദൈവം എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി അവന്റെ പ്രത്യാശ വളർത്തുവാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവിടെ മോശയോടും അത് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്നാൽ, ഞാൻ യഹോവയാകുന്നു, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോശയ്ക്കാണ് ആദ്യമായിട്ട് യഹോവ എന്ന നാമം, അല്ലേ? അപ്പൊ അത് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ആ നാമം എടുത്തത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്, അല്ലേ? യഹോവ എന്ന നാമം, അല്ലേ? യഹോവ എന്ന് പറയുമ്പോൾ സർവശക്തിയുള്ള ദൈവം എന്ന് അവിടെ രേഖപ്പെടുത്തി. സർവശക്തിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിൽ എൽ ഷദായി എന്ന വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? ഞാന് യഹോവ, ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും എന്ത് ചെയ്തിട്ടില്ല, ആ നാമത്തിൽ എന്ത് ചെയ്തിട്ടില്ല, പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. അപ്പം യഹോവ എന്ന വാക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പം അവിടെ കാണുന്നു, 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, നിലത്തിൽ വേല ചെയ്യുവാൻ മനുഷ്യനുണ്ടായിരുന്നില്ല. അപ്പോ 4-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, യഹോവയായ ദൈവം, അല്ലേ? യാഹ്വേ അല്ലെങ്കിൽ യാവേ എന്ന എബ്രായ പദം എബ്രായ ബൈബിളിൽ ഏതാണ്ട് 6519 പ്രാവശ്യം കാണുന്നത്. എബ്രായ ഭാഷയിൽ യഹോവ എന്നുള്ളത് ദ ലോർഡ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ അക്ഷരത്തിലാണ് ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ലോർഡ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ലോർഡ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരുന്നാൽ ഇംഗ്ലീഷ് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ്? ലോർഡ് എന്നാണ്. പഴയ നിയമത്തിൽ കണ്ടുവരുന്ന ദൈവത്തിന്റെ ഏറ്റവും സാധാരണ പേരായി ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന അവിടെയാണ്. പുറപ്പാട് പുസ്തകം 3:14 അപ്പൊ മോശയ്ക്ക് മാത്രമാണ് ആ നാമം വെളിപ്പെടുത്തി കൊടുത്തത് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? മോശയ്ക്ക്
മാത്രമാണ് ആ നാമം വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അല്ലേ? ദൈവമായിട്ട്, സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ഞാൻ അവർക്ക് പ്രത്യക്ഷനായില്ല, ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടുമില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ എന്താണ്, ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ യഹോവ എന്ന നാമം എന്ത് ചെയ്യുന്നു? ഉപയോഗിച്ച് കാണുന്നത്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർ തീർച്ചയായും ഈ നാമം അറിഞ്ഞിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മോശയ്ക്കാണ് ഇത് ആദ്യമായിട്ട് വെളിപ്പെടുത്തിയത്. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഇതൊരു ചോദ്യമാണ്. കാരണം യഹോവ എന്ന നാമം എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം അവർക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, അതിന്റെ അർത്ഥം എന്താണ്? ദൈവം ക്രമാനുഗതമായി തിരുവചനത്തിൽ എവിടെയും ഇവിടെയും കുറച്ച് തന്നെ വെളിപ്പെടുത്തി. അപ്പം ദൈവം ഓരോ നാളുകളിലും തന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്നു, വളരെ കുറച്ചായിട്ട് വെളിപ്പെടുത്തുകയുള്ളൂ. താൻ ആരാണെന്നതിന്റെ പൂർണ്ണ ചിത്രം. ഇപ്പൊ പുതിയ നിയമത്തിൽ എന്താണ്? യേശു ക്രിസ്തു മൂലം ദൈവം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി. അപ്പോൾ യേശു ക്രിസ്തുവിലാണ് ദൈവം പൂർണ്ണമായും വെളിപ്പെട്ടത് എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഉൽപ്പത്തിയിൽ താൻ എന്താണ്? സർവശക്തനാണ്. താൻ ജനത്തിന് താൻ എന്ത് ചെയ്യുന്നു? ജനത്തിന് താൻ സർവശക്തനാണ്, താൻ ജനത്തിന് താൻ മതിയായവനെന്ന് ഊന്നൽ നൽകി വെളിപ്പെടുത്തുന്ന കാഴ്ചയും അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഹോവ മോശയോട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അപ്പൊ എന്താണ്? മോശയോട് ഇതെല്ലാം പറയുകയാണ്. എന്താണ്? മോശയെ ബലപ്പെടുത്തുന്ന കാഴ്ച അവിടെ കാണുന്നു. അപ്പോൾ എന്താണ്? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16:33 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 16:33 വായിക്കുമ്പം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 33-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിൽ നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:27 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14:27 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് അവിടെ കാണുന്നു. യേശു ക്രിസ്തു തൻ്റെ സമാധാനം എന്ത് ചെയ്യുന്നു? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് താൻ നൽകുന്നു എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. 33-ാമത്തെ വാക്യത്തിൽ അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ 14:1 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14:1 കാണുന്നു, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് യേശുക്രിസ്തു പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ വായിക്കുമ്പോഴത്തേക്കും പല ആളുകളും വിചാരിക്കുന്ന ഇവിടെ 2 പേരുണ്ട്, അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു, അല്ലെ? അവിടെയാണ് നമുക്കെല്ലാം എന്ത് ചെയ്യുന്നത്? പ്രശ്നം വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. 16:33 വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെയാണ് ശിഷ്യത്വമായ ജീവിതം എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ഈ ലോകത്തിന്റെ സന്തോഷവും വിജയത്തിന്റെ പാതയിലല്ല, കഷ്ടതയും പ്രതിസന്ധിയും ഇല്ലാത്ത ഒരു ജീവിതം ക്രിസ്തു വാഗ്ദാനം ചെയ്തിട്ടില്ല. എന്നാൽ പീഡനവും മരണവുമാണ് അവരെ എന്ത് ചെയ്യുന്നത്? കാത്തിരിക്കുന്നത് ഉറപ്പാണ്. ശിഷ്യന്മാരെയൊക്കെ, അപ്പോസ്തലന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരെന്താണ്? വളരെയധികം കഷ്ടങ്ങളിലൂടെയും പീഡകളിലൂടെയും കടന്ന് അവർ മരണപ്പെട്ടു എന്നുള്ള കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും, കാരണം എന്താണ്? കർത്താവ് അതിനെ ജയിച്ചിരിക്കുന്നു. അപ്പം ധൈര്യപ്പെടുകയും, അതായത് യേശു എന്ത് ചെയ്യാണ്? അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. വിശ്വാസമുള്ളവരും ഭയരഹിതരുമായിട്ട് അവർ തീരേണ്ടതിനാണ് ഈ കാരണങ്ങളെല്ലാം കർത്താവ് അവരോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പ്രതിസന്ധികളുടെ മധ്യേ സമാധാനം ഉണ്ടാകേണ്ടതിനും അത്യന്തമായ വിജയം ക്രിസ്തുവിലുള്ളതാണെന്നും അത് ക്രിസ്തുവിൽ അവർക്ക് ലഭിക്കുമെന്നും അവർ അറിയണം. അതായത് ലോകത്തിലെ കഷ്ടതകൾ
നിത്യ മഹത്വത്തിന് വഴിമാറി കൊടുക്കും എന്നുള്ളതാണ് ആ ധൈര്യമായി ജീവിക്കുവാനായിട്ട് അവിടെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട തൊട്ടടുത്ത ദിവസം കർത്താവിനെ ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുന്നതിന് മുമ്പാണ് ഇത് എഴുതുന്നത്. അപ്പൊ ഈ വിധത്തിലുള്ള ഈ പ്രസ്താവന നടത്തുമ്പോൾ താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്നും അതായത് തിരികെ സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നും അറിയുന്ന ഒരുവന്റെ പ്രസ്താവനയാണ്. അവന്റെ മരണം എന്താണ്? ഒരു പരാജയമല്ല, മറിച്ച് അന്ധകാര ലോകത്തിന്മേലും ദുഷ്ടത മേലുമുള്ള അവന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായിരുന്നു എന്നുള്ള കാര്യമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞതിന്റെ പ്രധാനമായ കാര്യം അത് തന്നെയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8:37 നമ്മൾ വരുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 8:37 വരുമ്പം അവിടെ കാണുന്നു 37 വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തുന്ന നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. അവിടെ നാമോ അല്ലേ? പൗലോസ് അപ്പോസ്തലൻ റോമനിലുള്ള വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിലാകുന്നവർ എന്താണ്? പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഒരു താൽക്കാലിക ജയമല്ല, പൂർണ്ണ ജയമാണ് കർത്താവിലൂടെ അവർ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവർ വിശ്വാസികൾക്ക് നൽകുന്നത് എന്താണ്? ദൈവവിശ്വാസത്താൽ അവർ ദൈവവിശ്വാസത്തിൽ അവരെ അവസാനത്തോളം എന്ത് ചെയ്യും? നിലനിർത്തും. അങ്ങനെയുള്ളവരെ അവരെന്ത് ചെയ്യും? ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നവൻ എന്താണ്? അവർ ക്രിസ്തുവിൽ നിലനിൽക്കുകയും അവസാനം എന്ത് ചെയ്യും? നിത്യവിജയം പ്രാപിക്കുകയും ചെയ്യും. ഓരോരോ കാര്യം കൊണ്ട് മാത്രമാണ് വിശ്വാസികൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാകുന്നത്. അതായത് പാപം, ലോകം, സാത്താൻ, ജഡം, മരണം, ഇങ്ങനെ ദൈവത്തിനെതിരായി തലയുയർത്തുന്ന സകലത്തിന്മേലും ജയം നേടിയ അതിശ്രേഷ്ഠ ജേതാവായ ക്രിസ്തുവിനോട് ഏകീഭവിച്ചവരാണവർ. എന്താണ്? അവരെല്ലാവരും അവന്റെ വിജയത്തിൽ പങ്കാളികളായവരാണ് അല്ലേ? അപ്പൊ ദൈവത്തിൽ നിന്നും പൂർണ്ണമായും ജയം, അതായത് കർത്താവിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന പൂർണ്ണ ജയത്തെ കുറിച്ചാണ്. പാപത്തിന്റെ മേല്, ലോകത്തിന്റെ മേല്, സാത്താന്റെ മേല്, ജഡത്തിന്റെ മേല്, മരണത്തിന്റെ മേല്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ദൈവം അവർക്ക് അധികാരം കൊടുക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ആ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അപ്പോൾ ഈ കഷ്ടങ്ങളിലെല്ലാം ജയം കണ്ടെത്തുവാൻ കർത്താവ് മോശയെ പാകപ്പെടുത്തുന്ന കാര്യവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അല്ലേ? 1 കൊരിന്ത്യർ 15:57 നമ്മൾ വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 15:57 15-ാം അധ്യായം 57 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം അല്ലേ? ഞാൻ അതിനെ പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവവും എന്ന് പറയുമ്പോഴത്തേക്കും 2 പേരാണോ? അല്ല, ഒരാളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, മീതെയുള്ളവനും എന്താണ്? നമ്മൾ കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ച്. ഇവിടെ 3 പേരുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതുമോ? ഒരിക്കലും അദ്ദേഹം എഴുതത്തില്ല. അപ്പൊ അദ്ദേഹം വഞ്ചന ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ജയം എന്താണ്? പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും ശാശ്വതമായി നമുക്ക് ദോഷം വരുത്തുന്ന മറ്റെല്ലാത്തിന്മേലുമുള്ള വിജയമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? 1 യോഹന്നാൻ 5:4 നമ്മൾ വായിക്കുമ്പോൾ 1 യോഹന്നാൻ 5:4 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 4-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാമത്തെ വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ എന്ത് ചെയ്യുന്നു? ലോകത്തെ ജയിക്കുന്നു അല്ലേ? അപ്പൊ ലോകത്തെ ജയിക്കുന്നതാണ്
ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതെല്ലാം എങ്ങനെയുള്ളതാണ്? ലോകത്തെ ജയിക്കുന്നതാണ്. അതായത് ലോകത്തിന്റെ പാപവഴികളെ ഉപേക്ഷിച്ച് വിശ്വാസത്തിലൂടെ ക്രിസ്തുവിലേക്ക് വരുന്നവരുടെ വിശ്വാസികൾ ലോകത്തെ എന്ത് ചെയ്യുന്നു? ജയിപ്പാൻ തുടങ്ങിയിരിക്കുന്നു. അത് ചെയ്ത നിമിഷം തന്നെ അവർ എന്ത് ചെയ്യുന്നു? ലോകത്ത് ജയിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് തുടർന്നുകൊണ്ട് അവരുടെ ജയം എന്ത് ചെയ്യുന്നു? തുടരണം എന്നുള്ളതാണ്. ദൈവം തനിക്ക് പ്രത്യേക ജനമായിരിക്കാൻ അവരെ ലോകത്തിൽ നിന്നും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാം. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിന്മേലുള്ള ജയമാണ്. കാരണം അത് ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 16:33 നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:33 എന്താണ്? നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം കർത്താവിലുള്ളവന് വിജയം, പൂർണ്ണ വിജയമാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അവർ പരദേശികളായി പാർത്ത കനാൻ ദേശം അവർക്ക് കൊടുക്കാമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. എന്നാൽ മിസ്രൈമിയുടെ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞെരുക്കം ഞാൻ കേട്ട് എന്റെ നിയമം ഓർത്തുമിരിക്കുന്നു. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ഞാൻ യഹോവയാകുന്നു. ഞാൻ നിങ്ങളെ മിസ്രൈമിന്റെ കയ്യിൽ വേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്നും നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശക്തികൾ കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭാഗ്യം ചെയ്ത ജനത. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 19:5 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയിലുള്ളതൊക്കെയും എനിക്ക് ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, അല്ലെ? ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ എന്നാണ് ദൈവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആകയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കണം. അപ്പൊ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങൾ അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ എന്താണ്? അവന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ എന്താണ്? സകല ജാതികളിലും വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? അവനൊരു പ്രത്യേക സമ്പത്തായിരിക്കുമെന്ന്. എന്താണ്? അതുപോലെ തന്നെ ഭൂമിയൊക്കെ ആരുടേതാണ്? ദൈവത്തിൻ്റെതാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം ജനമൊക്കെയും എന്താണ്? ജനമാക്കി കൊള്ളുകയും എന്നോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 4:20 നമ്മൾ വായിക്കുന്നു. ആവർത്തന പുസ്തകം 4:20 4-ാം 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കാൻ, നിങ്ങളോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശ ജനമായിരിക്കേണ്ടതിനെ യഹോവ തെരഞ്ഞെടുത്ത് നിങ്ങളെ മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. അല്ലേ? വാഗ്ദത്തം കൊടുക്കുമ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നു. ഇരുമ്പുലയിൽ നിന്ന് ഏതൊരു മിസ്രൈം എന്ന ഇരുമ്പുലയിൽ നിന്നും അവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തന്നെ മോശ ഈ വചനങ്ങളൊക്കെയും ജനത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിൽ സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തുന്നത്. ഇസ്രായേൽ ജനത്തെ എന്തിലേക്കാണ്
തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇപ്പോൾ സകല ജാതികളിൽ വേണ്ടി തനിക്ക് സ്വന്തം ജനമാക്കിയിരിക്കേണ്ടതിന് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പുതിയ നിയമ ഇസ്രായേൽ ആരാണ്? നമ്മളാണ്. ദൈവത്തിന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവ പൈതൽ എപ്പോഴും എന്താണ്? ദൈവത്തിന്റെ സ്വന്തമാണ്, സ്വന്തം ജനമാണ്. അല്ലെ? അവാ പിതാവി എന്ന് വിളിക്കാവുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവം എന്താണ്? നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അവന്റെ സ്വന്തം ജനമായിട്ട് അവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ എന്താണ്? ജനമാക്കി കൊള്ളുകയും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവമായിരിക്കുകയും ചെയ്യും. അല്ലെ? ഉൽപ്പത്തി പുസ്തകം 17:7 നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 17:7 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. അപ്പോൾ ഒരു നിത്യ നിയമമായിട്ട് സ്ഥാപിക്കുമെന്ന് അവിടെ വാക്തത്വം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ദൈവം മോശയോട് ബലപ്പെടുത്തുന്ന വാക്യങ്ങളൊക്കെയും പറയുകയാണ്. അപ്പോൾ ദൈവമായിരിക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ്. ഇസ്രായേലിലെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്നും നിങ്ങൾ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്നും നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ ചില നിർബന്ധങ്ങളുണ്ട്. താൻ വിടുവിക്കുമെന്ന് താൻ തന്നെയാണ്. അപ്പൊ പുതിയ നിയമത്തില് മറ്റൊരാൾക്ക് തന്റെ മഹത്വം താൻ വിട്ടുകൊടുക്കുമോ? വിട്ടുകൊടുക്കത്തില്ല. അതിൽ രണ്ടാമത്തെ വ്യക്തിയായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും രണ്ടാമത്തെ വ്യക്തിക്ക് ആ മഹത്വം വിട്ടുകൊടുക്കുമോ? മഹത്വം വിട്ടുകൊടുക്കത്തില്ല. അപ്പൊ യേശു ക്രിസ്തു രണ്ടാമനാണെങ്കിൽ ആ വ്യക്തിത്വം താൻ ആ വ്യക്തിത്വം മറ്റൊരാൾക്ക് കൊടുക്കുകയില്ല. അപ്പൊ തന്നിൽ മറ്റൊരുത്തനില്ല. പഴയ നിയമത്തിൽ മറ്റൊരുത്തനില്ല, പുതിയ നിയമത്തിലും മറ്റൊരുത്തനില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. യഹോവ തന്റെ മഹത്വം മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. അല്ലേ? അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ മോശയ്ക്കും അഹരോനും ഒക്കെ കൊടുത്താൽ മതിയല്ലോ. ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ആ മഹത്വം താൻ തന്നിൽ തന്നെയാണ്, താനാണെന്ന് അറിയിക്കണം. അത് തന്റെ നിർബന്ധമാണ്. അതാണ് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. അപ്പൊ ദൈവത്തിന്റെ നിങ്ങൾ അറിയും. അല്ലേ? രണ്ടാമത്തെ വ്യക്തിയാണെന്നാണോ? അല്ല. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതാണ്. അപ്പൊ ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. അത് താനാണ് എന്ന് വെളിപ്പെടുത്തുക എന്നുള്ള കാര്യം തനിക്ക് നിർബന്ധമുള്ള കാര്യമെന്നാണ് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്നു നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവയാകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ട് കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കഷ്ടവും പ്രയാസവും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മനസ്സ് തന്നെ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് തന്നെ മാറിപ്പോയതായിട്ട് അവിടെ രേഖപ്പെടുന്നു. അപ്പൊ മോശ പറഞ്ഞ വാക്കൊന്നും അവരനുസരിച്ചില്ല. കാരണം അവരുടെ വേദനയും വിഷമവും കൂടുന്ന കണ്ടപ്പോൾ അവർക്ക് ആരെയും വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ മുന്നേറി പോകുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കും, ഇനി ദൈവം നമ്മളെ ഇനി കരകയറ്റുമോ? അല്ലെങ്കിൽ ദൈവം ഇനി നമ്മളെ ഉയർത്തുമോ? അല്ലേ? നമ്മൾ ഇവിടെ കിടന്ന് തകർന്നു പോകുമോ? അല്ലേ? അപ്പൊ നമുക്ക് പിന്നീട് ആരെയും വിശ്വാസമില്ലാതാവും. ദൈവത്തെ പോലും നമുക്ക് വിശ്വാസമില്ലാതാവും. ആ ഒരു അവസ്ഥയിൽ
ജനം കിടന്നു പോകുന്ന അവസ്ഥ ഇവിടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വചനങ്ങൾ കേട്ട എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വചനം കേട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധൻ നിത്യനുമായ ദൈവം ഈ സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവെ. വചനം കേട്ട എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടിയിരിക്കണം. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണമായ സൗഖ്യം എൻ്റെ കർത്താവ് അവിടുത്തെ അടിപ്പെടലുള്ള സൗഖ്യം എല്ലാവർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. ഏക ദൈവത്തെ അറിയുവാൻ എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ വീഴുവാതെ ദൈവത്തിൽ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണം. ഇതിൽ അഡ്മിന്മാരായിട്ടുള്ള എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട സ്തോത്രം. മാനമഹത്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ. സ്തോത്രം.